എല്ലാവർക്കും നമസ്കാരം. ടെക് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻ്റർനെറ്റും വൈഫൈയും നാം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി. വീട്ടിലെ വൈഫൈക്ക് എല്ലായിടത്തും റേഞ്ച് കിട്ടാത്തൊരവസ്ഥ നിങ്ങളും ഞാനും ഫേസ് ചെയ്തിട്ടുണ്ടാകും. ഈ കോവിഡ് കാലഘട്ടത്തിൽ വർക്ക് അറ്റ് ഹോമും കുഞ്ഞുങ്ങളുടെ പഠിത്തവും എല്ലാം നമ്മുടെ ഇൻ്റർനെറ്റിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഈ വൈഫൈ റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങൾ റേഞ്ചിൻ്റെ ശക്തി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് വൈഫൈ എക്സ്റ്റൻഡർ അഥവാ വൈഫൈ റിപ്പീറ്റേഴ്സ്. എല്ലാവിധ മുൻനിര ബ്രാൻഡുകളും ഈ വൈഫൈ എക്സ്റ്റൻഡർ ഇപ്പോൾ ഇറക്കുന്നുണ്ട്. എന്നാലും വളരെ ചുരുങ്ങിയ ചെലവിൽ നല്ല രീതിയിൽ വൈഫൈ റേഞ്ച് കിട്ടുന്ന ഒരു എക്സ്റ്റൻഡറാണ് മെർക്യൂസിസിൻ്റെ ഈ വൈഫൈ എക്സ്റ്റൻഡർ. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ എൻ്റെ കൂടെ കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ വൈഫൈ റേഞ്ച് എക്സ്റ്റൻഡർ വരുന്ന പാക്കേജിങ്. വളരെ നല്ലൊരു പാക്കേജിങ് തന്നെയാണ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് അവരുടെ ബ്രാൻഡ് നെയിം മെർക്യൂസിസ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 300 Mbps വൈഫൈ റേഞ്ച് എക്സ്റ്റൻഡർ ആണെന്നുള്ളതും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവരുടെ മോഡൽ നമ്പർ നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. വശങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ച് സ്പെസിഫിക്കേഷൻ അവിടെ അവർ കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ആൻറ്റിനയാണ്, സിഗ്നൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഈസി ടു ടച്ച് സെറ്റപ്പ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവിടെ. പിന്നെ പുറകുവശത്തിലേക്ക് വരുമ്പോൾ ഇത് 2.4 ജിഗാഗട്സിൻ്റെ സിംഗിൾ ബാൻഡ് ആണെന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ അതിൻ്റെ റേഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നൊരു പടവും അവിടെ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇത് 3 വർഷത്തെ ഗ്യാരണ്ടി TP ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് നമുക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് കുറച്ച് ബുക്ക്ലെറ്റുകളാണ്. അതിൻ്റെ ഗ്യാരണ്ടി കാർഡും പിന്നെ അതുപോലെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും അങ്ങനെയുള്ള കുറച്ച് ഡോക്യുമെൻറ്റേഷൻ. നമുക്കിതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. അതിനൊരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിട്ടുണ്ട് അവർ. വാവ്! അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ്. വളരെ ക്യൂട്ടാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് സൈഡിൽ താഴെയായിട്ട് നമുക്ക് ആ ഇൻഡിക്കേറ്റർ കാണാം. അതുപോലെ താഴെയായിട്ട് റീസെറ്റ് അതുപോലെ WPS ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെ ഇതിൽ ഒരു 3 ആൻറ്റീനാസ് ഉണ്ട്. ഇത് ഒന്ന്, ഇത് രണ്ടാമത്തെ ആൻറ്റീന, മൂന്നാമത്തെ ആൻറ്റീന ഒരു പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ആൻറ്റീന. ഇതാണ് നമ്മുടെ ഡിവൈസ്. വളരെ ഭംഗിയുള്ള ഒരു ഡിവൈസ് തന്നെയാണ്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് അത് പ്ലഗ് ഇൻ ചെയ്യേണ്ട 2 പിന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ താഴെയായിട്ട് കുറച്ച് അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ നമുക്ക് അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വൈഫൈ എക്സ്റ്റൻഡർ എങ്ങനെയാണ് നമ്മുടെ വൈഫൈയുമായി കണക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാൻ എൻ്റെ വീട്ടിൽ വൈഫൈ കുറവുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ആ വൈഫൈയിൽ 1-2 സിഗ്നൽ ബാർ മാത്രമേ അത് കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് നമ്മുടെ വൈഫൈ സ്ട്രെങ്ത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വൈഫൈ എക്സ്റ്റൻഡർ ജസ്റ്റ് ഒന്ന് പ്ലഗ് ഇൻ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതിനുശേഷം സ്വിച്ച് ഓൺ ചെയ്യുക. ഇത്രയും മാത്രമാണ് ഒരു ക്വിക്കായിട്ടുള്ള ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത്. അപ്പോഴേക്കും നമുക്കവിടെ കാണാൻ സാധിക്കുന്നു ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്നത്. അത് റെഡായിട്ട് ഫ്ലാഷായിട്ട് ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് അത് കണക്ഷന് വേണ്ടി റെഡിയായി എന്നും, അത് സോളിഡായിട്ട് ഗ്രീനോ അല്ലെങ്കിൽ ഓറഞ്ചോ കളറിലാണെന്നുണ്ടെങ്കിൽ അത് കണക്റ്റഡ് ആയെന്നും, എന്നാൽ റെഡാണ് പ്രോപ്പറായിട്ട് അത് കത്തി നിൽക്കുന്നതെങ്കിൽ അത് ഫെയിലായെന്നുമാണ് അതിനർത്ഥം. അപ്പോൾ ഇത്ര മാത്രമാണ് നമുക്കൊരു ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത്. ബാക്കി സെറ്റപ്പൊക്കെ നമുക്കിനി മൊബൈലാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ മൊബൈലിൽ നമ്മൾ വൈഫൈ ഇനേബിൾ ആകുന്ന സമയത്ത് തന്നെ നമ്മുടെ മെർക്യൂസിസ് എന്ന ബ്രാൻഡ് അവിടെ വൈഫൈ ഓപ്പണായി വരുന്ന കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് നേരെ അവരുടെ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. അവിടെ നമ്മൾ ചെയ്യേണ്ടത് അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. നമുക്കപ്പോൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് വരാം. പാസ്വേഡ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വൈഫൈ ഈ മെർക്യൂസിസ് അല്ലെങ്കിൽ നമ്മുടെ റേഞ്ച് എക്സ്റ്റൻഡർ ഓട്ടോമാറ്റിക്കലി സ്കാൻ ചെയ്തെടുക്കും. നമ്മുടെ വീട്ടിലെ വൈഫൈ സ്കാൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വൈഫൈയുടെ പാസ്വേഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ വീട്ടിലെ വൈഫൈയുടെ പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീട്ടിലെ വൈഫൈയുടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതടുത്ത് കണക്റ്റിംഗ് പ്രോസസ്സിലേക്ക് പോകും. ഉടൻ തന്നെ അത് കണക്റ്റ് ആവുകയും നമ്മുടെ വൈഫൈയുടെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും എൻ്റെ മൊബൈൽ ഫുൾ സ്ട്രെങ്ത് വൈഫൈ ആണ് ഇപ്പോൾ ഇവിടെ കിട്ടുന്നത്. നേരത്തെ 1 ബാർ മാത്രമായി ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ എനിക്ക് ഫുൾ സ്ട്രെങ്ത് കിട്ടുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു.
ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാണ്ടിരിക്കുക. പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ അടുത്ത് വരുന്നതുവരെ സൈനിങ് ഓഫ്.